ഇന്നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലെ ജെറുസലേമിലെ പവിത്രമായ പള്ളി ഒന്ന് നോക്കണേ. മസ്ജിദുൽ അഖ്സയുടെ അകത്തളം ഒന്ന് പരിശോധിക്കണേ. അതിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള വലിയ ഭീമാകാരമാകുന്ന പാറക്കല്ലുകളും പള്ളിയുടെ താഴ്ഭാഗത്തുള്ള മറിയം ബീവി റളിയല്ലാഹു അൻഹ നിന്നിരുന്നതാകുന്ന മടവും അവർക്ക് അല്ലാഹു ഇബാദത്തിന് വേണ്ടി കൊടുത്തിരുന്ന മെഹ്റാബുകളും എത്രയോ വലിയ പാറക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഒരു സാധാസീത മനുഷ്യനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ കാലത്ത് പോലെ ക്രെയിനും മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തതാകുന്ന കാലഘട്ടമല്ലയോ. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അതൊക്കെ സാധിച്ചത്, പടച്ചറബ് അതെല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തത് അക്കാലഘട്ടത്തിലെ സാലിഹീങ്ങളായ ജിന്നുകൾ മുഖേനയായിരുന്നു. സാലിഹീങ്ങളായ ജിന്നുകൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് സഹായം നൽകി. എല്ലാ ജിന്നുകളും അദ്ദേഹത്തിന് അധീനപ്പെട്ടതാണ്. ജിന്നുകൾ അങ്ങനെ ഉണ്ടല്ലോ, സാലിഹീങ്ങളും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന്, 114 സൂക്തങ്ങളിൽ. വഅന്നാ മിന്നസ് സാലിഹൂൻ വമിന്നാ ദൂന ദാലിക് കുന്നാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുണ്ട്, ഞങ്ങൾ മോശപ്പെട്ടതാകുന്ന ആളുകളുമുണ്ട്. വഅന്നാ മിന്നസ് സാലിഹൂൻ വമിന്നാ ദൂന ദാലിക്, ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുമുണ്ട്, ഞങ്ങളിൽ അല്ലാത്തതായ വിഭാഗക്കാരുമുണ്ട്. അപ്പൊ നല്ല ജിന്നുകളുമുണ്ട്, മോശപ്പെട്ടതാകുന്ന ജിന്നുകളുമുണ്ട്. രണ്ടു കൂട്ടരുമുണ്ട്. ശരിക്കും മനസ്സിലാക്കണേ. കുന്നാ ത്വറായിഖ ഖിദദ, പല സൈസുകളാണ്, പല പാർട്ടിക്കാരാണ്. മനുഷ്യരിലുള്ളതുപോലെ തന്നെ മറ്റൊരു വർഗമാണല്ലോ ജിന്ന് സമൂഹം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ഉള്ളവരാണെന്ന് വിശുദ്ധ ഖുർആൻ. അതിലെ നല്ല ജിന്നുകളെ നോക്കിയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. മനുഷ്യരും ജിന്നുകളും കൂടി പണിതതാണ് മസ്ജിദുൽ അഖ്സ.